സംരംഭക മികവിന് 24 ബിസിനസ് അവാർഡ്സ് ഇന്ന് കൊച്ചിയിൽ. കഠിനാധ്വാനം കൊണ്ട് ഉയരങ്ങൾ കീഴടക്കിയ സംരംഭകരെ ആദരിക്കാൻ 24 ബിസിനസ് അവാർഡ്സ് ഇന്ന് കൊച്ചിയിൽ നടക്കും. പൊതുസമ്മേളനവും പുരസ്കാരദാനവും കൊച്ചിയിലെ ഇടപ്പള്ളി മാരിയറ്റ് ഹോട്ടലിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പുരസ്കാര വിതരണ ചടങ്ങ് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യ അതിഥിയായിരിക്കും. കൊച്ചി മാരിയറ്റ് ഹോട്ടലിൽ നിന്ന് ശ്രീകാന്ത് തത്സമയം ചേരുന്നു. ശ്രീകാന്ത്, പറയൂ വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ മാരിയറ്റ് ഹോട്ടലിലാണ്. അതായത് ഇന്ന് വൈകിട്ട് നമ്മുടെ ഈ ബിസിനസ് അവാർഡ്സ് അത് നടക്കാൻ പോകുന്ന നമ്മുടെ മാരിയറ്റ് ഹോട്ടലിൽ തന്നെയാണ്, അതിന്റെ വേദിയിൽ തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പൊതുസമ്മേളനവും പുരസ്കാരദാനവും ഇന്ന് ഈ കാണുന്ന മാരിയറ്റ് ഹോട്ടലിലെ ഈ വേദിയിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ പൊതുസമ്മേളനം പുരസ്കാര വിതരണവും വ്യവസായ മന്ത്രി പി രാജീവാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അല്പ ദിവസങ്ങൾക്ക് മുൻപാണ് കൊച്ചി ഒരു വലിയ ബിസിനസ് നിക്ഷേപക സംഗമത്തിന് വേദിയാവുകയുണ്ടായത്. അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് നമ്മുടെ ഈ ബിസിനസ് എക്സലൻസ് അവാർഡ് നടക്കാൻ പോകുന്നതും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യാതിഥിയാകുന്ന പരിപാടി കൂടിയാണ് ഇത്. ഫ്ലവേഴ്സ് TV ചെയർമാൻ ഗോകുലം ഗോപാലൻ, AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ AV അനൂപ്, ഡെൻ കെയർ സ്ഥാപകൻ ജോൺ കുര്യാക്കോസ്, ഫ്ലവേഴ്സ് TV മാനേജിംഗ് ഡയറക്ടറും 24 ചീഫ് എഡിറ്ററുമായ ശ്രീകണ്ഠൻ നായർ എന്നിവരടങ്ങുന്ന വിശിഷ്ടാതിഥികളും ചടങ്ങിനെ സമ്പന്നമാക്കും. രാഷ്ട്രീയ, വ്യവസായ, സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന പുരസ്കാര നിശയിൽ 11 വിഭാഗങ്ങളിലാണ് ഈ അവാർഡുകൾ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. സാമൂഹ്യ പുരോഗതി ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സംരംഭകരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഒരു സമഗ്രമായ ഈ ബിസിനസ് രംഗത്തിന് കരുത്തേകുന്ന ബിസിനസ് രംഗത്തിലൂടെ നമ്മുടെ എക്കണോമിക്ക്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തേകിയ വ്യവസായ സംരംഭകരെ ആദരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇവിടെ ഈ ഒരുക്കങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഈ കാഴ്ച കണ്ടാൽ തന്നെ മനസ്സിലാകും ഇന്ന് വൈകിട്ട് 6 മണിയിലെ പരിപാടിക്ക് വേണ്ടി നമ്മൾ എത്രത്തോളം സജ്ജമാകുന്നു എന്നുള്ളത്. അതിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾ, മിനുക്ക് പണികളൊക്കെ തന്നെ നടക്കുകയാണ്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.